ഗുജറാത്തികളൊരു കാര്യം നോക്കി 5 പൈസൻ്റെ വിവരമില്ല. 3000 കോടിക്കാണ് ഈ പട്ടേൽ പ്രതിമ ഉണ്ടാക്കിയത്. മലയാളികൾ അന്നേ പറഞ്ഞ ഇതൊക്കെ ദൂർത്താണ്, വേണ്ട വേണ്ട, കാക്ക ദൂർ, ഇവിടെ കാക്കല്ലേ പ്രാവാണ്, എന്നാലും എന്തെങ്കിലും പക്ഷി കാഷ്ടിക്കാൻ വേണ്ടി മാത്രം. 150 ഉറുപ്പ്യാണ് ഇവിടെ എൻട്രി ഫീസ്. അതിന് ഇപ്പോൾ 3000 കോടിൻ്റെ മേലെ ഒരു പിരിച്ചെടുത്ത് ജനങ്ങളുടെ അടുത്ത് ചൂഷണം ചെയ്തിട്ട്. അതുകൂടാതെ ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ജനറൽ ബസ്സുകൾ ഓടുന്നുണ്ട്, കണ്ടില്ലേ? ഇതൊക്കെ പഴയ ബസ്സുകളാണ്, പുതിയതുമുണ്ട്. അതൊക്കെ കേരളത്തിന് കണ്ടുപിടിക്കണം. ഒക്കെ കട്ടപ്പുറത്ത് വെച്ച് നമ്മൾ ചെടി വളരാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് ചെയ്ത്. അതേപോലെ തന്നെയാണ് ഈ പിങ്കോട്ടോ ഞാൻ പറഞ്ഞത്. ഈ പിങ്കോട്ടോ കാരണം ഒരു 1000 പെണ്ണുങ്ങൾക്കെങ്കിലും വീട്ടിൽ കുട്ടികളെ നോക്കാനൊന്നും പറ്റാതെ ഈ ജനറൽ ബസ്സുകൾ കൊടുന്നൊക്കെ 150 ഉറുപ്പ്യ കൊടുത്ത് കയറിയാൽ ഇവിടെ നിന്ന് ഓരോ പോയിന്റിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ബസ്. എന്ത് പൊട്ടത്തരാൻ നമുക്ക്. അതായത് ഇവിടെ കുറേ സ്ഥലങ്ങൾ വേറെ വേറെ കാണാനുണ്ട്. അതായത് പൂമ്പാറ്റകൾ മാത്രം ഒരു പാർക്ക്, അതേപോലെ കുട്ടികളെ ന്യൂട്രീഷൻ പാർക്ക്, അതുപോലെ നർമ്മദ ഡാമിലേക്ക് പോവാം, അതുപോലെ പെറ്റ് സോൺ. ഇങ്ങനെ അവിടേക്കൊക്കെ പോകാൻ ഈ ബസ്സുകളാണ് നമുക്ക് ആശ്രയം. ഇതിൽ കയറുക. ഈ ബസ്സൊക്കെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക നല്ല രീതിയിൽ. ഇതൊക്കെ ശരിക്കും കട്ടപ്പുറത്താക്കി പുതിയത് വാങ്ങി കമ്മീഷനൊക്കെ അടിക്കല്ലോ വേണ്ടത്. എന്ത് ചെയ്യാനാ, വിവരം വേണ്ടേ? ഇവിടെ നോക്കുമ്പോൾ 1000 കണക്കിന് ടൂറിസ്റ്റുകളാണ് വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സ്വൈര്യം ജീവിതം തകർന്നില്ലേ? അതുകൂടാതെ ഒരു പണിക്കും പോകേണ്ടിരുന്നവർക്കൊക്കെ ബസ്സിൽ ജോലി, ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ജോലി, മര്യാദയ്ക്ക് വീട്ടിലിരുന്നവരാ. ഓരൊക്കെ ഓരോ ജോലി കൊടുത്ത് ഗവൺമെൻറ് ഇങ്ങനെ പീഡിപ്പിക്കുക. പിന്നെ ബോട്ട് സർവീസ് ഉണ്ട്. അപ്പോൾ ആ ബോട്ടിലെ ഡ്രൈവർക്ക് പണിയായി. അയാളൊക്കെ വെറുതെ ഇരിക്കണേ. ഇനി എന്താ പറയുക, തൊഴിലാവേതനം വാങ്ങിയിരുന്നാൽ പോരെ, എന്തിനാ പണിക്കൊക്കെ ഇറങ്ങുന്നത്? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 150 മാത്രമല്ല കേട്ടോ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പട്ടേലിൻ്റെ പ്രതിമയിൽ ലിഫ്റ്റ് കയറണമെങ്കിൽ 350 ഉറുപ്പ്യ അവർ നമ്മളെ ചൂഷണം ചെയ്യുന്നത്. അതുകൂടാതെ ഓരോന്നിനും വേറെ വേറെ പൈസ ഉണ്ട്. ഞാനിപ്പോൾ ബസ് കാത്തിക്കുകയാണ്. മഹാ ആരതിൻ്റെ ബോട്ടിൽ നിന്ന് കാണാം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്, 350 ഉറുപ്പ്യ കൊടുക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1000 ചില ഉറുപ്പ്യ ഇവിടെ വരുന്നൊരു ടൂറിസ്റ്റ് ഇവിടെ ചിലവാക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഈ പ്രതിമേനെ കൊണ്ട് ഒരു 10,000 കോടിയെങ്കിലും ഇപ്പോൾ ഒരു ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഇഷ്ടം പോലെ വലിയ വലിയ ഹോട്ടലുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒക്കെ ആയിട്ട് വൻ വികസനമാണ്. ഒക്കെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ വളരെ മോശമാണ്. ഇവർക്കൊക്കെ കേരളത്തിൽ കണ്ടുപിടിച്ചൂടെ? ഈ ബസ്സൊക്കെ ഇങ്ങനെ ഓടിക്കുന്നവർ എനിക്ക് ദേഷ്യം പിടിക്കുക. ഞാൻ കല്ലെടുത്ത് തന്നെയല്ല വിചാരിക്കുക.